നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് അവസാനിച്ചെങ്കിലും ബംഗാളിലും തമിഴ്നാട്ടിലും വലിയ പോരാട്ടം നടക്കുകയാണ്. തമിഴ്നാട്ടിൽ ഒറ്റഘട്ടമായി ഏപ്രിൽ 23-നും ബംഗാളിൽ 2 ഘട്ടമായി ഏപ്രിൽ 23-നും 29-നും ആണ് തെരഞ്ഞെടുപ്പ് നടക്കുക. തെരഞ്ഞെടുപ്പ് പ്രചരണം അത് വാശിയേറിയ പ്രചരണം നടക്കുകയാണ്. ഹൈ പവർ പ്രചരണമാണ് 2 സംസ്ഥാനങ്ങളിലും നടക്കുന്നത്. തമിഴ്നാട്ടിൽ DMK മുന്നണിയും NDA മുന്നണിയും, മൂന്നാം മുന്നണിയായി വിജയുടെ പാർട്ടിയും രംഗത്തുണ്ട്. മാത്രമല്ല ബംഗാളിനെ സംബന്ധിച്ചിടത്തോളമെങ്കിൽ വാശിയേറിയ പോരാട്ടം TMCയും അതുപോലെ തന്നെ BJPയും തമ്മിൽ നടക്കുകയാണ്. രണ്ട് പാർട്ടികളാണ് ബംഗാളിൽ മത്സര രംഗത്ത് പ്രധാനമായും ഉള്ളതെങ്കിൽ തമിഴ്നാട്ടിനെ സംബന്ധിച്ചിടത്തോളം 2 മുന്നണിയും ഒരൊറ്റ പാർട്ടിയും തമ്മിലാണ് മത്സരം നടക്കുന്നത്. എന്തായാലും തീപാറുന്ന പോരാട്ടം 2 സംസ്ഥാനങ്ങളിലും നടക്കുകയാണ്. ഇതിൽ ബംഗാൾ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം വാശിയേറിയ പോരാട്ടമാണ്, ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. ആര് വിജയിക്കും എന്നതിനെ സംബന്ധിച്ച് യാതൊരു വിലയിരുത്തലുകളും ഇപ്പോൾ സാധ്യമല്ലാത്ത രീതിയിൽ ഫോട്ടോ ഫിനിഷിലേക്ക് കാര്യങ്ങൾ പോകുന്നു. മാത്രമല്ല, മമതാ ബാനർജി എന്ന മുഖ്യമന്ത്രി കഴിഞ്ഞ 15 വർഷമായി സംസ്ഥാനത്ത് അതേ കസേരയിൽ തുടരുകയാണ്. 2011-ലാണ് 34 വർഷത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണം അവസാനിപ്പിച്ച് മമതാ ബാനർജി മുഖ്യമന്ത്രിയായത്. അതിനുശേഷം 2016-ലും 2021-ലും നടന്ന തിരഞ്ഞെടുപ്പുകളിൽ മമതാ ബാനർജി വിജയിക്കുന്നു. വീണ്ടും ഒരു തുടർ ഭരണം, അതാണ് മമതാ ബാനർജി ലക്ഷ്യമിടുന്നത്. പക്ഷേ BJP അവിടെ ഒരു വലിയ വെല്ലുവിളി സൃഷ്ടിക്കുന്നു. ബംഗാളിൽ ആരാണ് അധികാരത്തിലെത്തുക? തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്ന മറ്റൊരു വിഷയമാണ് പ്രീ പോൾ സർവേകൾ. ആർക്കാണ് ജനസ്വാധീനം കൂടുതൽ, ആരാണ് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നത് സംബന്ധിച്ച പ്രവചനങ്ങളാണ് ഈ ശാസ്ത്രീയമായി നടത്തപ്പെടുന്ന പ്രീ പോൾ സർവേകളിലുള്ളത്. അന്തിമ ഫലപ്രഖ്യാപനം വരുമ്പോൾ ഏതാണ്ട് ആ ഫലപ്രഖ്യാപനത്തോട് ഏതാണ്ട് അടുത്തു നിൽക്കുന്ന പ്രീ പോൾ സർവേകൾ ഉണ്ട് എന്നും നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും ബംഗാളിൽ നിരവധി പ്രീ പോൾ സർവേകൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ഈ പ്രീ പോൾ സർവേകൾ എന്താണ് പറയുന്നത് എന്ന് നോക്കാം. ഏറ്റവും ഒടുവിലായി പുറത്തിറങ്ങിയ ലേറ്റസ്റ്റ് സർവേ റിപ്പോർട്ട് നോക്കാം. ആ സർവേ റിപ്പോർട്ട് പ്രിയോ ബന്ധു മീഡിയയുടെ സർവേ റിപ്പോർട്ടാണ്. ഇന്നാണ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. 26,000-ഓളം സാമ്പിൾ സൈസുകൾ ശേഖരിച്ച് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഒരു സർവേ ഫലമാണ്. ഈ സർവേ ഫലം അനുസരിച്ച് 154 സീറ്റുകൾ നേടി BJP അധികാരത്തിൽ വരും എന്നാണ് ഈ സർവേ ഫലം നൽകുന്ന സൂചന. തൊട്ടുപിന്നിൽ 124 സീറ്റുകൾ മാത്രമേ TMCക്ക് ലഭിക്കുകയുള്ളൂ. 20 മുതൽ 30 സീറ്റുകളുടെ വരെ ലീഡ് BJPക്ക് പ്രവചിച്ചുകൊണ്ടാണ് ഈ സർവേ അവസാനിപ്പിക്കുന്നത്. അതായത് 294 അംഗ നിയമസഭയിൽ 148 സീറ്റുകളാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. 154 സീറ്റുകൾ നേടി 15 വർഷത്തെ മമതാ ഭരണം അവസാനിപ്പിച്ച് BJP അധികാരത്തിലെത്തും എന്നാണ് ഏറ്റവും പുതിയ അഭിപ്രായ സർവേ ഫലം പറയുന്നത്. പക്ഷേ ഇന്ന് വരെ പുറത്തു വന്ന സർവേ ഫലങ്ങളിൽ ഇത് ഉൾപ്പെടെ, അതായത് ഈ സർവേ ഉൾപ്പെടെ 2 സർവേകൾ മാത്രമാണ് BJPക്ക് പ്രതീക്ഷ കൽപ്പിക്കുന്നത്, അല്ലെങ്കിൽ BJP അധികാരത്തിൽ വരാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്ന സർവേകൾ. മറ്റ് സർവേകളെല്ലാം, ഇതിനു മുമ്പ് പ്രസിദ്ധീകരിച്ച സർവേകളെല്ലാം TMCക്ക് അനുകൂലമാണ്. അതായത് IANS മാട്രിക്സ് സർവേ ഫലം മാർച്ച് 15-ന് പ്രസിദ്ധീകരിച്ചിരുന്നു. ഏതാണ്ട് 22,630 പേരാണ് ഈ സർവേയിൽ സാമ്പിളായി പങ്കെടുത്തത്. ഇതിൽ 155 മുതൽ 170 സീറ്റുകൾ വരെ മമതാ ബാനർജിയുടെ TMC നേടും എന്നാണ്, ഭരണ തുടർച്ച എന്നാണ് ഇതിൽ പ്രവചിച്ചിരിക്കുന്നത്. വോട്ട് വൈബ് CNN ന്യൂസ് 18 ഒപ്പീനിയൻ പോൾ മാർച്ച് 23-ന് പ്രസിദ്ധീകരിക്കപ്പെട്ടു. ഏതാണ്ട് 128,000-ഓളം സാമ്പിൾ സൈസുകളാണ് ഇതിനകത്തുള്ളത്. 130,000-ഓളം സാമ്പിളുകൾ ഇതിനകത്തുണ്ട്. അത് കുറച്ചുകൂടി ശാസ്ത്രീയമായ സർവേ ഫലമാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇതിനകത്ത് മമതാ ബാനർജിക്ക് പറയുന്നത് ഏതാണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് കിട്ടിയ അതേ സീറ്റ് വിഹിതമാണ്. 184 മുതൽ 200 സീറ്റുകൾ വരെയാണ്. വലിയ ഭൂരിപക്ഷമാണ് TMCക്ക്, തൃണമൂൽ കോൺഗ്രസിന് ഈ സർവേ നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 223 സീറ്റുകളാണ് TMC സഖ്യത്തിന് ലഭിച്ചത്. അതേ സീറ്റ്, ഏതാണ്ട് അതിനോടടുത്ത സംഖ്യ തന്നെയാണ് ഇപ്പോൾ ഈ സർവേ പ്രവചിച്ചിരിക്കുന്നത്. 184 മുതൽ 200 സീറ്റുകൾ വരെ TMCക്ക് ലഭിക്കും. 98 മുതൽ 108 സീറ്റുകൾ വരെ
BJPക്ക് ലഭിക്കാം. 76 മുതൽ 96 സീറ്റുകളുടെ വരെ ഭൂരിപക്ഷം ഈ സർവേ പറയുന്നുണ്ട്. ഇതേ സർവേ തന്നെ മാർച്ച് 30 വീണ്ടും പ്രസിദ്ധീകരിച്ചിരുന്നു. ആ സർവേയിൽ കുറച്ചുകൂടി ഈ TMCയുടെ സീറ്റുകളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. 169 മുതൽ 179 വരെയാണ്. 113 മുതൽ 123 സീറ്റുകൾ വരെ. അതായത് പ്രചരണം കടുക്കും തോറും, പ്രചരണം മുന്നോട്ട് പോകും തോറും BJP മുന്നോട്ട് വരുന്നു എന്ന കാഴ്ചയാണ് ഈ സർവേ ഫലം നൽകുന്നത്. വോട്ട് വൈബ് CNN തന്നെ ഏപ്രിൽ 6 മറ്റൊരു സർവേ പുറത്തിറങ്ങിയിരുന്നു. അതിൽ വീണ്ടും സീറ്റുകളുടെ എണ്ണം തൃണമൂൽ കോൺഗ്രസിന് കുറയുന്നു. 159 169 ആണ്. 159 മുതൽ 169 വരെ സീറ്റുകളാണ്. 120 മുതൽ 130 വരെ സീറ്റുകൾ BJPക്ക് ഈ സർവേ ഫലം പ്രവചിക്കുന്നുണ്ട്. അതായത് ഏതാണ്ട് 1,30,000-ഓളം പേർ പങ്കെടുത്ത സർവേയാണ്. ഈ സർവേയിൽ ആദ്യ സർവേയിൽ തൃണമൂൽ കോൺഗ്രസിന് വലിയ മുൻതൂക്കം, രണ്ടാം സർവേയിൽ വീണ്ടും തൃണമൂൽ കോൺഗ്രസിന് മുൻതൂക്കമുണ്ടെങ്കിലും സീറ്റുകളുടെ എണ്ണം കുറയുന്നു. മൂന്നാം സർവേയിൽ BJP വീണ്ടും കൂടുതൽ ശക്തി ആർജിക്കുന്നത് നമ്മൾ കാണുന്നു. അതുപോലെ ABP മാട്രിക്സിൻ്റെ ഏപ്രിൽ 6 പുറത്തിറക്കിയ സർവേ, ആ സർവേയിൽ 140 മുതൽ 160 സീറ്റുകൾ വരെ എന്നതാണ് ഈ TMCക്ക് പ്രവചിച്ചിരിക്കുന്നത്. അതായത് 140 മുതൽ 160 വരെ. 148 കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. അതായത് തൃണമൂൽ കോൺഗ്രസ് അധികാരത്തിൽ വരാനും വരാതിരിക്കാനുമുള്ള സാധ്യത. 130 മുതൽ 150 സീറ്റുകൾ വരെ BJPക്ക്. അതായത് തൃണമൂൽ കോൺഗ്രസോ BJPയോ തൂക്കുസഭയോ വരാം എന്ന സൂചന നൽകുന്ന ഒരു സർവേ റിപ്പോർട്ടാണ് മാട്രിക്സിൻ്റെയും ABP ന്യൂസിൻ്റെയും ഏപ്രിൽ 6 പുറത്തു വന്ന സർവേ ഫലം സൂചിപ്പിക്കുന്നത്. ചാണക്യ സ്ട്രാറ്റജീസ് ABP ന്യൂസിൻ്റെ ഏപ്രിൽ 6 തന്നെ മറ്റൊരു സർവേ പുറത്തു വന്നിരുന്നു. അതിൽ 155 മുതൽ 165 വരെ സീറ്റുകൾ TMCക്ക് പ്രവചിച്ചിരിക്കുന്നു. 110 മുതൽ 115 സീറ്റുകൾ വരെ BJPക്ക് പ്രവചിച്ചിരിക്കുന്നു. പൊളിക് ഒപ്പീനിയൻ പോൾ ഏപ്രിൽ 9 പ്രസിദ്ധീകരിക്കപ്പെട്ടു. ഈ ഒപ്പീനിയൻ പോളിൽ 205 മുതൽ 225 വരെ, അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ TMCക്ക് ലഭിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ ലഭിക്കുന്നു എന്നാണ് ഈ അഭിപ്രായ സർവേ പ്രവചിച്ചിരിക്കുന്നത്. 205 മുതൽ 225 സീറ്റുകൾ വരെ. 294 അംഗ നിയമസഭയിൽ 225 സീറ്റുകൾ വരെ BJP നേടുമെന്നാണ് ഈ സർവേ പറയുന്നത്. 52 മുതൽ 80 സീറ്റുകൾ വരെ BJPക്ക് സർവേ ഫലം പ്രവചിച്ചിരിക്കുന്നു. അതായത് നിലവിൽ 8ഓളം സർവേ ഫലങ്ങൾ, അഭിപ്രായ സർവേ ഫലങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. ഇതിൽ ആദ്യം പ്രസിദ്ധീകരിച്ച സർവേ ഫലങ്ങളെല്ലാം TMCക്ക് അനുകൂലമായ റിപ്പോർട്ടുകളാണ്, അല്ലെങ്കിൽ സർവേ ഫലങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. തൊട്ടു പിന്നാലെ പക്ഷേ BJP ഉണ്ട്. BJP പ്രചരണം മുന്നോട്ട് പോകും തോറും ഇപ്പോൾ BJP നില മെച്ചപ്പെടുത്തുന്ന സാഹചര്യം ഈ സർവേകളിൽ തന്നെ ഉണ്ട്. ഇന്ന് രാവിലെ പുറത്തിറങ്ങിയ സർവേയിൽ പക്ഷേ BJP ആണ് അധികാരത്തിലെത്തുന്നത്. 154 സീറ്റുകളോടുകൂടി അധികാരത്തിലെത്തുമെന്ന് പറഞ്ഞിരിക്കുന്നു. എന്തായാലും പ്രചാരണം അത് പശ്ചിമ ബംഗാളിൽ കൊടുമ്പിരി കൊള്ളുകയാണ്. ഹൈ പവർ പ്രചരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. BJPയെ സംബന്ധിച്ചിടത്തോളം ദേശീയ നേതാക്കൾ കളത്തിലിറങ്ങിയിട്ടുണ്ട്. തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മമതാ ബാനർജിയും മുൻനിര നേതാക്കന്മാരുമെല്ലാം ഇഞ്ചോടിഞ്ച് വാശിയോടുകൂടി തന്നെ പ്രചാരണ രംഗത്തുണ്ട്. അഭിപ്രായങ്ങളും അതുപോലെ തന്നെ ആരോപണ പ്രത്യാരോപണങ്ങളുമുണ്ട്. മമതാ ബാനർജി ശക്തമായി തന്നെ SIR പോലെയുള്ള പ്രവർത്തനങ്ങളെ എതിർക്കുന്നു. കേന്ദ്ര ഏജൻസികൾ സംസ്ഥാനത്ത് വലിയ ഇടപെടൽ നടത്തുന്നു. അത് തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുന്നു എന്ന ആരോപണം ഉയർത്തുന്നു. എന്നാൽ വനിതാ സംവരണ ബില്ല് അടക്കം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. അതായത് ഓരോ ദിവസം കൂടുന്തോറും BJP പ്രചരണത്തിൽ മുന്നേറുന്നു. BJPയുടെ ഒരു പെർഫോമൻസ് ഉയരുന്നു. ആ സമയത്ത് തന്നെ വനിതാ സംവരണ ബില്ലും BJP വലിയ പ്രചരണായുധമാക്കുന്നു. വനിതാ സംവരണ ബില്ല് കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ പരാജയപ്പെട്ടിരുന്നു. വനിതകൾക്ക് 33% സംവരണം ലോക്സഭയിൽ നൽകുന്ന, അല്ലെങ്കിൽ ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും നൽകുന്ന ഒരു നിയമമായിരുന്നു. ആ നിയമ ഭേദഗതിയെ കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും അടങ്ങുന്ന പ്രതിപക്ഷ സഖ്യം വോട്ടിനിട്ട് തോൽപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ സ്ത്രീകളെ ഇതാ തൃണമൂൽ കോൺഗ്രസ് വഞ്ചിച്ചിരിക്കുന്നു. മമതാ ബാനർജി ഒരു സ്ത്രീ ആയിരുന്നിട്ട് പോലും സ്ത്രീ ശാക്തീകരണത്തിലുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ശ്രമങ്ങൾക്ക് പിന്തുണ നൽകിയില്ല എന്ന് BJP വലിയ പ്രചരണം നടത്തുകയാണ്. ഈ പ്രചരണമൊക്കെ വോട്ടായി മാറുമോ എന്നത് ആശ്രയിച്ചിരിക്കും ബംഗാളിലെ BJPയുടെ ഭാവി. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്നും എല്ലാ സർവേകളും കൂടുതൽ സീറ്റ് BJPക്ക് പ്രവചിച്ചിട്ടുണ്ട്. അത് തൃണമൂൽ കോൺഗ്രസിനെ മറികടക്കുന്ന ഇതിലേക്ക് പോകുമോ എന്നതാണ് ഇപ്പോൾ ഉറ്റുനോക്കുന്നത്.
പറയുന്നത് ആദ്യഘട്ട പ്രചരണം നാളെ അവസാനിക്കുകയാണ്. 23-ാം തീയതി ആദ്യഘട്ട പോളിംഗ് നടക്കുന്ന ബൂത്തുകൾ അല്ലെങ്കിൽ മണ്ഡലങ്ങൾ പോളിംഗിലേക്ക് പോകും. വീണ്ടും 29-ാം തീയതി രണ്ടാം ഘട്ടം നടക്കും. അത് കഴിഞ്ഞ് മെയ് 4-നാണ് കേരളം ഉൾപ്പെടെയുള്ള എല്ലാ സംസ്ഥാനങ്ങളുടെയും തിരഞ്ഞെടുപ്പ് ഫലം വരിക. എന്തായാലും BJP ആണയിട്ട് പറയുന്നുണ്ട് ഇത്തവണ ബംഗാളിൽ ഭരണം നേടിയിരിക്കുമെന്ന്. പലതരത്തിലുള്ള റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ അഭിപ്രായ സർവേകളിൽ ഭൂരിഭാഗവും ഇപ്പോൾ പ്രവചിച്ചിരിക്കുന്നത് TMCയുടെ വിജയം തന്നെയാണ്. ഏറ്റവും ഒടുവിലായി പുറത്തു വന്ന 1-2 സർവേകളിൽ BJPക്കും വിജയം പ്രവചിക്കുന്നുണ്ട്.